നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിധവയാവൂന്ന് ഓർത്തല്ല ഞാനിതൊക്കെ നിങ്ങൾക്ക് തന്നത്. ഈ വസ്തുവകളെക്കാളും സ്വർണത്തെക്കാളും ഒക്കെ മൂല്യം ബന്ധങ്ങൾക്കാ. എനിക്ക് അത് മതി. വെറുതെ അല്ലല്ലോ എന്റെ പാർവതി. വിധവയാകുമെന്ന് സ്വയം തോന്നിയതുകൊണ്ടല്ലേ നീ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത്? അതെ, എല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് നീ ആ കഴുത്തി കിടക്കുന്ന താലയും കൂടി അങ്ങ് ഉപേക്ഷിച്ചേക്ക്. വിധവകൾ ആദ്യം ഉപേക്ഷിക്കേണ്ടതേ താലിയ. ഇനി ആ മാല നിനക്ക് തനിച്ചഴിച്ചെടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് നീ അത് ഊരാൻ മടിക്കുന്നതെങ്കിലേ പറഞ്ഞാ മതി, ഞാനത് ഊരിത്തരാം. അതിന് ചോദിക്കാതിരിക്കുന്നു. നീ ആ മാല നൂരി കൊടുക്ക് ജാസ്മിനെ. ജാസ്മിൻ, ജാസ്മിൻ, നീ ആ താലിയിൽ തൊട്ടുപോരുത്. ആ താലി, പാർവതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഞാൻ കിട്ടിയതാ. അതെ, ഞാൻ കെട്ടിയ താലിയാണെങ്കിലും അത് അഴിക്കാനുള്ള അർഹത എനിക്ക് പോലുമില്ല. അത് നീ ഓർക്കണം. ആ താലിയെ വെറും സ്വർണ്ണമല്ല, പാർവതിയുടെ ജീവന്റെ പാതിയ. അതുകൊണ്ട് നീ അതിൽ തൊട്ടുപോകരുത്. തൊട്ടാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. മാറാൻ മാറാൻ. പാർവതി, നീ എന്താ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചത്? വേണ്ട അച്ഛമ്മ, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഈ താലിയും സീമന്തവും മാത്രം മതി. അതുപോരാ, നിനക്ക് തന്നതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. ഇതാ, ഇത് നീ തന്നെ അങ്ങ് വെച്ചോ. ഇത് എന്റെ അമ്മ പാർവതിക്ക് കൊടുത്തതാ. ഇത് ആരുടെ കയ്യിൽ ഇരിക്കണമെന്ന് അമ്മ തീരുമാനിക്കും. പാർവതിക്ക് വേണ്ടെങ്കിൽ തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതെന്റെ കയ്യിലിരുന്നാൽ തൽക്കാലം ഇതിന്റെ പേരിൽ നിന്നോടാരും മോശമായിട്ട് സംസാരിക്കില്ലല്ലോ. എന്താ പാർവതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എന്താ പറ്റിയത്? വിശാൽ സർ, ദയവായി മുറിയിലേക്ക് പൊയ്ക്കോ. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് തരാം. ഓഹോ, നിനക്ക് എന്റെ അടുത്തോട്ട് വരാം. ഞാൻ നിന്റെ അടുത്തേക്ക് വന്നൂടാ.
എന്നാലേ ഞാൻ പോകുന്നില്ല. എന്താ കാര്യമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എനിക്കൊരു ചൂട് ചായ വേണം. ചായ ഞാൻ മുറി കൊണ്ടുതരാം വിശാൽ സർ. സാർ ഇവിടെ നിന്ന് പോവോ? ഞാനേ എവിടേക്കും പോകുന്നില്ല. ചായ എനിക്ക് ഇവിടെ കിട്ടണം. ആ ചായ കിട്ടിയാൽ ഞാൻ പോവാം. ചേച്ചി, കണ്ടിടത്തോളം ഇതത്ര ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ആ അടുക്കളക്കാരിക്ക് എന്തോ മനോരോഗമുണ്ട്, അല്ലെങ്കിൽ വിശാലിന്റെ രോഗം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടിലൊന്നും ഉറപ്പാ. ഇത് രോഗവും മാങ്ങാത്തലിയൊന്നുമല്ല. ഇത് ലൈൻ വേറെയാ. വിശാലിന് മറ്റെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ ഉദയന്നൂരമ്മ കാണിച്ചു കൊടുത്തതായിട്ട് അവള് വിശാലിനെ വീണ്ടും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അവന്റെ വിശ്വാസം നേടിയെടുക്കാനുള്ള തന്ത്രമായത്. എടുത്തോളൂ. ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് അതെടുത്ത് കുടിക്കുക. എന്താ പാർവതി, ചായ എന്റെ കൈ തന്ന എന്താ കുഴപ്പം? വിശാൽ സർ, നിക്ക്. ഇനിയും കുടിച്ചോളൂ വിശാൽ സർ. എന്താ പാർവതി നീ കാണിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ മറ്റൊരു കപ്പിൽ ഒഴിച്ച് കുടിച്ചൂടെ? എന്തൊരു കഷ്ടം ഇത്. എനിക്ക് ചായയൊന്നും വേണ്ട. പക്ഷേ ഇതിലെന്തെങ്കിലും കലർന്നിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ കുടിച്ചു നോക്കിയത്. എന്ത് കലർന്നോന്നാ നീ ചായയിൽ നോക്കിയത്? അത് ആദ്യം പറ. അത് പിന്നെ പാല്, പഞ്ചസാര, തേയില അങ്ങനെയെല്ലാം കൃത്യമായി കലർന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാ. അപ്പോ ഇപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണോ? ഇനിയെങ്കിലും എനിക്കിത് കുടിക്കാമോ? ചേച്ചി, ചേച്ചിക്ക് അവിടെ നടന്ന പൊറാട്ട നാടകം വല്ലതും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എനിക്കൂടെ പറഞ്ഞതാ. ഇപ്പൊ രണ്ടും കൊണ്ട് അടുത്തടുത്ത് നിൽക്കുന്നു. പാർവതി, നിനക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ കാരണം എനിക്കറിയാം. നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ മാറ്റം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.